റെഡ് സിഗ്നലിൽ നിൽക്കുന്നതിൽ ഒരു കാരണമുണ്ട്. ഇന്നൊരു ചെറിയ സ്പെഷ്യൽ ദിനമാണ്. ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കൽപ്പനയുടെ ബർത്ത്ഡേ. അങ്ങനെ ഗ്രീൻ കത്തി ഗോഡ് വണ്ടി മുന്നോട്ടെടുത്തു. മുന്നിലൊരു വലിയ സർക്കിൾ. അത് ചുറ്റി കുറച്ചു മുന്നോട്ടു പോയി. എതിർവശത്തുകൂടി ദൂരെ യാത്ര പോകുന്ന മനോഹരമായ ബസ്സുകൾ കടന്നുപോകുന്നത് കാണാം. അതിനിടയിൽ ഒരു വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ബസ്സും കണ്ടു. കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കേരളത്തിലെ KSRTC ബസ്സുകളെയാണ്. കേരളത്തിന്റെ റോഡുകളും വൃത്തിയുള്ള ബസ്സുകളും യാത്രക്കാരോട് കാണിക്കുന്ന പരിഗണനയും വേറൊരു ഫീലാണ്. കൂട്ടിയിൽ നിന്നിറങ്ങിയപ്പോഴാണ് ഞാൻ ഗോഡിന്റെ ഹെൽമെറ്റ് ശരിക്കും ശ്രദ്ധിച്ചത്. ആകെ പൊട്ടിയും പൊളിഞ്ഞും ഒരവസ്ഥ. യാത്ര ചെയ്ത് ഞങ്ങൾ മിയോ ആമോർ കടയുടെ മുന്നിലെത്തി. അകത്ത് കയറിയപ്പോൾ നിറയെ കേക്കുകൾ. ഓരോന്നും കണ്ടാൽ വാങ്ങണമെന്ന് തോന്നും. എന്തായാലും തീരുമാനമെടുക്കാൻ ഞങ്ങൾ മാത്രം പോരല്ലോ. ഗോഡ് ഉടനെ പ്രിൻസിയെ വീഡിയോ കോൾ ചെയ്തു. കുറച്ച് ചർച്ചകൾക്ക് ശേഷം ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ നന്നായി പാർസൽ ചെയ്ത് കൈമാറി. പണം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോഡിലൂടെ ഒരു സുന്ദരമായ സ്ലീപ്പർ ബസ് കടന്നുപോയി. ഞാൻ ബസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഗോഡ് സ്കൂട്ടിയിൽ കയറി ഹെൽമെറ്റും ഇട്ടു റെഡിയായി. ഇനി നേരെ ബറ്റാലിയനിലേക്ക്. അങ്ങനെ ഓഫീസിലെത്തി. ഗോഡ് കേക്കിന്റെ ബോക്സ് തുറന്നപ്പോൾ തന്നെ പ്രിൻസി കൈയടിച്ച് ആഘോഷം തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടി നിന്നപ്പോൾ കൽപ്പന കേക്ക് കട്ട് ചെയ്തു. ആദ്യ കഷ്ണം വികാസാർ കൽപ്പനയ്ക്ക് കൊടുത്തു. പിന്നെ പ്രിൻസി, പിന്നെ ഓരോരുത്തരായി എല്ലാവരും ആശംസകൾ അറിയിച്ചു. വീഡിയോ കോളിലൂടെ വീട്ടുകാരും ഈ സന്തോഷ നിമിഷത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം കൽപ്പനയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് നൽകി. ഗിഫ്റ്റ് തുറന്നപ്പോൾ മുഖത്ത് വന്ന സന്തോഷം കാണേണ്ട കാഴ്ചയായിരുന്നു. അതിനുശേഷം പ്രിൻസി ഗിഫ്റ്റിൽ എഴുതിയിരുന്നത് വായിച്ചു. അത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരുന്നു. അവസാനം എല്ലാവർക്കും കേക്ക് വിതരണം ചെയ്തു. ഞങ്ങളും കഴിച്ചു. കുറച്ചുനേരം സംസാരിച്ചിരുന്നു. പിന്നെ ഓരോരുത്തരും വീണ്ടും അവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു. ചെറിയ ആഘോഷങ്ങളായാലും ഇത്തരത്തിലുള്ള നിമിഷങ്ങളാണ് ജോലിസ്ഥലത്തെ കുടുംബം പോലെ തോന്നിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.